എന്നും പാർട്ടി ക്ലാസ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഒരു ഹരമാണ്. മാഷിന്റെ ക്ലാസ്സിലെ പുതിയ പാർട്ടി നിലപാട് പീഡന കേസിൽ ഉൾപ്പെടുന്ന MLA-മാർക്ക് ഇനി ഒരു ആശ്വാസമാണ്. ധാർമ്മികത ഇനി CPM-ൽ പദവി നിലനിർത്താൻ ഒരു പ്രശ്നമല്ല. ധാർമ്മികമായി രാജിവെച്ചാൽ കുറ്റവിമുക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ ധാർമ്മികമായി തിരികെ വരാനാവില്ല. ധാർമ്മിക നിയമസംഹിത ഇല്ല. ഇതുവരെ ധാർമ്മികതയുടെ കാര്യത്തിൽ പാർട്ടി നിലപാട് അതല്ലായിരുന്നു. പക്ഷേ സംസ്ഥാന സെക്രട്ടറി അത് സമ്മതിച്ചു തരില്ല. ഇല്ലല്ല, രാജിവെക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സെക്രട്ടറിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളി പീഡന കേസിൽ അകപ്പെട്ടപ്പോൾ ഈ ധാർമ്മികതയെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് എന്തായിരുന്നു? സാമാജികനെതിരായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ധാർമ്മിക പ്രശ്നം കൂടി അതിൻ്റെ അകത്ത് വിളിച്ചു ചേർന്നിട്ടുണ്ട്. അതൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. ശരിയാണ്, ധാർമ്മികത കൈവിടുന്നതിന്റെ സൂചന അന്നു മുതലേ തുടങ്ങിയിരുന്നു. കാരണം MLA സ്ഥാനം രാജിവെക്കണമെന്ന വാശി അന്നേ പാർട്ടി ഉപേക്ഷിച്ചതാണ്. കോൺഗ്രസിന് ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെച്ചാൽ മതിയെന്നായി. അപ്പോഴൊന്നും ധാർമ്മികതയെക്കുറിച്ചുള്ള പുതിയ നിർവചനം CPM രൂപീകരിച്ചില്ല. കാരണം പ്രതിസ്ഥാനത്ത് രാഷ്ട്രീയ എതിരാളികളായിരുന്നല്ലോ. M. വിൻസെന്റിനെതിരെ പീഡന കേസ് വന്നപ്പോൾ നിലപാടിന്റെ കാര്യത്തിൽ അന്ന് പാർട്ടി മാസായിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒന്ന് കേട്ടോളൂ. ഇങ്ങനെയൊരു സ്ഥിതിയിൽപ്പെട്ടിട്ടുള്ള MLA-ക്കെതിരെ മാതൃകാപരമായ നടപടി കോൺഗ്രസ് സ്വീകരിക്കണം. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. ഇതിപ്പോൾ മുകേഷ് MLA-യുടെ കാര്യമായി പോയില്ലേ? അതുകൊണ്ട് ധാർമ്മികതയൊക്കെ പറഞ്ഞ് ഉള്ള സീറ്റ് കളയാൻ പറ്റില്ല. അല്ലെങ്കിലും ട്രാക്ടർ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും എതിർത്ത് സമരം ചെയ്യുകയും പിന്നീട് മാറോടണയ്ക്കുകയും ചെയ്ത പാരമ്പര്യം പാർട്ടിക്കുണ്ട്. ആ ഗണത്തിലേക്ക് ഇനി ധാർമ്മികതയും കൂടി. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.